സിനിമാ താരം ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ആശുപത്രി കിടക്കയിൽ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. എലിസബത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പോൾ ചോദിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരിക്കുകയാണ് എലിസബത്ത്. തന്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി ബാലയും കുടുംബവുമാണ് എന്ന ഗുരുതരമായ ആരോപണം കൂടി എലിസബത്ത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എല്ലാവരും തന്നെ കൈവിട്ടു എന്ന് നിസ്സഹായതയോടെ പറയുകയാണ് ഈ യുവതി. നടൻ ബാലയ്ക്കെതിരെ മുൻപും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഭാര്യയായിരുന്ന അമൃത സുരേഷ് ബാലയ്ക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പല സമയങ്ങളിലായി രംഗത്ത് എത്തിയിരുന്നു. വളരെ സൗമ്യ സ്വഭാവക്കാരിയായ എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായി എലിസബത്തിനെ എന്ത് സംഭവിച്ചു എന്നാണ് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നത്. പൊടുന്നനെയാണ് ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ നിന്ന് എലിസബത്ത് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച അവശ്യ നിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത്. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് വീഡിയോയിൽ പറയുന്നു. സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പരാതി നൽകുകയും ചെയ്തു. താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് താൻ കരുതുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് കരുതിയില്ല എന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും എലിസബത്ത് ഉദയൻ വീഡിയോയിലൂടെ പറയുകയാണ്. ആശുപത്രിയിൽ കിടക്കുകയാണ് എങ്കിലും തനിക്ക് എന്തു പറ്റിയെന്നോ ഏത് ആശുപത്രിയിലാണോ എന്നോ എലിസബത്ത് ഉദയൻ വ്യക്തമാക്കിയിട്ടില്ല. മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് എലിസബത്ത് ഉദയൻ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ, പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി. എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണ് എന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണ് എന്ന് ഇപ്പോൾ എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ് എന്ന് ബാലയെ ചൂണ്ടിയാണ് എലിസബത്ത് പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു. പക്ഷെ ആരും എൻ്റെ പരാതി കാര്യമാക്കിയില്ല. ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ അവസ്ഥ അറിയില്ല. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല. ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണ് എന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. 250 കോടി ഉണ്ട് എന്ന് പറയുന്ന ആളാണ്. സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല. ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത്. സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെന്റുകളും എല്ലാം പരിശോധിച്ച് നോക്കാം നിങ്ങൾക്ക്. ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ്. അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി. അയാൾ മാത്രമല്ല, അയാളുടെ കുടുംബം മുഴുവനും അങ്ങനെ ചെയ്തു. എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ മുന്നോട്ടിറങ്ങിയത്. എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമെന്ന്. പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകുമെന്ന് അറിയില്ല. ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി. പറയാതെ മരിച്ചുപോയാൽ അതിൽ കാര്യമില്ലല്ലോ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എല്ലാം അടങ്ങണം. ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്ന് അറിയില്ല. നിങ്ങൾ പറ, അതൊരു കല്യാണമായി നടത്തിയതല്ലേ? ഇൻവിറ്റേഷൻ കാർഡ് വരെ അച്ചടിച്ചതാണ്. ഭാര്യ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നു എന്നെ.
ഇത് പറ്റിക്കലല്ലേ? അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ? ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കരമായ വിഷമമാകുന്നു. ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് തോന്നി. രണ്ടു പേർക്കും ഓർഡർ വന്നിട്ടുണ്ട്. ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത്. ഏറെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എലിസബത്ത് ആശുപത്രി കിടക്കയിലൂടെ വിളിച്ചു പറയുന്നത്. എന്തായാലും എലിസബത്തിന്റെ ആരോഗ്യനില വളരെ മോശമാണ് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ എടുക്കുമോ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എലിസബത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചോദിക്കുന്നത്. അതേസമയം ബാലയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാനും ശ്രമിക്കുന്നു. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.